2023 കേരളം എങ്ങനെ എന്നുള്ളത് തുടരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ 2023 നമ്മുടെ മുമ്പിലേക്ക് വന്നു. അത് മുൻകാലത്തുണ്ടായതിൻ്റെ തുടർച്ച തന്നെയാണ്. കരുവന്നൂർ, പുൽപ്പള്ളി തുടങ്ങിയ ബാങ്കുകളെക്കുറിച്ചുള്ള വാർത്തകൾ, അവിടുത്തെ ED ഇടപെടലുകൾ, ഇതൊക്കെ വന്നു. ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ, മറ്റ് കുറ്റകൃത്യങ്ങൾ, ചില വിലപ്പെട്ട നഷ്ടങ്ങൾ, ഇതൊക്കെ 2023 ഉണ്ടായിട്ടുണ്ട്. നമുക്കൊപ്പം എയ്ഡത്തിൻ്റെ ചീഫ് എഡിറ്റർ CL തോമസ് ഉണ്ട്. നമ്മൾ ഈ കേരളം 2023 എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നാൽ നമ്മളെ ഞെട്ടിച്ച ഒരുപാട് സംഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അവിടെ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളിവിടെ എറണാകുളം ജില്ലയിലെ ആലുവയിൽ ഒരു അതിഥി തൊഴിലാളിയുടെ പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ സംഭവം നമ്മളുടെ മുമ്പിലേക്ക് വന്നത് ഈ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ സമാനമായ വിധത്തിൽ ഒരു അതിഥി തൊഴിലാളിയുടെ 6 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ അതിനെ ഉപദ്രവിച്ചു. പക്ഷേ അതിന് ജീവനോടുകൂടെ തിരിച്ച് രക്ഷിക്കാൻ അവിടുത്തെ നാട്ടുകാരുടെ ഇടപെടലിലൂടെ കഴിഞ്ഞു. ഒരു കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. അത് ആദ്യം പറഞ്ഞ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. വളരെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ പൂർത്തിയാക്കി വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് വിചാരണ കാത്തു കഴിയുന്നു. ആദ്യത്തെ കേസിൽ അതിഥി തൊഴിലാളി തന്നെയായ അഫ്സാബ് ആലമായിരുന്നു പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിനാണ്, അഫ്സാഖ് ആലത്തിനാണ് വധശിക്ഷ വിധിച്ചത്. രണ്ടാമത്തെ കേസിൽ പാറശാല സ്വദേശിയായ സതീഷ് എന്നയാളാണ് പ്രതിസ്ഥാനത്തുള്ളത്. ആ കേസിൽ വിചാരണ കാത്തിരിക്കുകയാണ്. തോമസേട്ടൻ, എത്രമാത്രം ഡിസ്റ്റർബിംഗ് ആയിരുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ആ ദിവസങ്ങൾ നമ്മളിപ്പോഴും നമ്മളിത് ഈ പീഡനങ്ങളെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ ഇത്തരം ലൈംഗികമായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ പോലും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കറക്ഷൻ മെക്കാനിസം ഉണ്ടാവുന്നില്ല. കേസുകളുണ്ട്, പ്രതിക്ക് ശിക്ഷ വിധിക്കുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും. ആലുവയിലെ ആ കുട്ടിയുടെ മരണം വാസ്തവത്തിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവങ്ങളിൽ ഏറ്റവും ക്രൂരവും ഞെട്ടിപ്പിക്കുന്നതുമായ, അല്ലെങ്കിൽ മനസാക്ഷിയെ അസ്വസ്ഥമാക്കുന്ന സംഭവമായിരുന്നു. അതേപോലെ തന്നെയാണ് കൊല്ലം അവരുടെ കുട്ടി രക്ഷപ്പെട്ടു വന്നത്. ഇത് ആലുവ കേസിൽ പോലീസ് നന്നായി നടപടിയെടുത്തു. അത് അധികം വൈകാതെ തന്നെ, പെട്ടെന്ന് തന്നെ അത് ശിക്ഷയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിച്ചു എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യം. ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അത് സമൂഹം എന്തായാലും, പക്ഷേ ഈ ആലുവ സംഭവത്തിലൊരു കാര്യം കൂടി ഉണ്ട്. അതിന് സമൂഹം വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയും പോലീസുകാരുടെ അന്വേഷണത്തിന് സഹായിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യത്വവും നമ്മൾ ആ സംഭവത്തിൽ കണ്ടു. ഈ തരത്തിൽ നമ്മളിപ്പോൾ എന്തായാലും കേരളം നിലനിൽക്കണം, ഏതെങ്കിലും അതിനെ വേറൊരു തരത്തിൽ തിരിക്കാനുള്ള ശ്രമവും ആ സംഭവം, അതായത് അതിഥി തൊഴിലാളികളുടെ ബാഹുല്യം നിമിത്തമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ കൂടുന്നത് എന്നുള്ള തരത്തിലുള്ള ചില വാദങ്ങൾ ചിലയിടത്തു നിന്നൊക്കെ വന്നു. പക്ഷെ അത് തീർത്തും ശരിയല്ല. അങ്ങനെ കുറ്റവാളികൾ, രണ്ടാമത്തെ സംഭവത്തിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സംഭവത്തിൽ കുറ്റവാളി മലയാളി തന്നെയാണ്. അപ്പം അതിഥി തൊഴിലാളികളോ ഒന്നുമില്ല, മനുഷ്യരിൽ ഈ ക്രൂരത കുടികൊള്ളുന്നു. അത് അവന് പുറത്തെടുക്കാൻ പറ്റാത്ത ഒരു സാമൂഹ്യ നിരീക്ഷണ സംവിധാനം ഉണ്ടായാൽ കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയുമായിരിക്കും. എന്നല്ലാതെ നമുക്ക് മനുഷ്യൻ ഇതുകൂടെ ചേർന്നതാണ്. ഈ തരത്തിലുള്ള കുറ്റവാസനയുള്ള സമൂഹവിരുദ്ധരായ മനുഷ്യരും കൂടെ ചേർന്നതാണ് മനുഷ്യ സമൂഹം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങളാണ്. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്, നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മളിത് കേരളത്തിലെ സംഭവങ്ങളെ മാത്രമാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതെങ്കിലും ഒരു കാര്യം പറയാതെ പറ്റില്ല എന്ന് തോന്നുന്നു. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ ഗാസയിലേക്ക് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ വലിയൊരു ഭരണകൂടം തന്നെ കുഞ്ഞുങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം മറ്റൊരു രാജ്യത്തെ കുഞ്ഞുങ്ങളെ നിഷ്കരുണം നിരന്തരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെതിരെ UN-ൻ്റെ പ്രമേയം ഉണ്ടായി, മറ്റേ UN ജനറൽ കൗൺസിലിൻ്റെ, പൊതുസഭയുടെ പ്രമേയം ഉണ്ടായി. ഒന്നും സംഭവിക്കുന്നില്ല.
അവരത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഈ 2023 ഏറ്റവും വലിയ മനുഷ്യദുഃഖമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടുമിരിക്കുകയാണെന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതാണ്. തോമസ് ചേട്ടാ, അത് ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലം ഓയൂരിൽ ഈ വർഷം പിന്നീട്, അതായത് ഒരു നവംബർ 27-നാണ് ഒരു 6 വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത വരുന്നത്. അത് ഭയങ്കര ഭീതി ജനിപ്പിച്ചിരുന്നു. കാരണം ആലുവയിലെ ഓർമ്മകളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ഭീതിയാണ് അതുണ്ടാക്കിയത്. പക്ഷേ അത് വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ളൊരു എൻഡിലാണ് എത്തിയത്. ഒരു പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കവിത, മകൾ അനുപമ, ഈ 3 പേരാണ് പ്രതിസ്ഥാനത്ത്. അത് 3 പേർ ആസൂത്രണം ചെയ്ത് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ള വിവരമാണ് വന്നത്. നമ്മളുടെ ഈ കേരള സൊസൈറ്റിയിൽ വളരെ വളരെ പ്രത്യേക തരത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചന മനസ്സ് വളർന്നു വരുന്നതിൻ്റെ ഒരു തെളിവ് പോലുമാണ് ഓയൂരെന്ന് എനിക്ക് തോന്നുന്നു. ഓയൂർ ഇതുപോലെ ഞെട്ടിച്ച മനുഷ്യൻ. അതെ, രാജീവ് പറഞ്ഞ പോലെ അത് നമുക്ക് സംശയിക്കാവുന്നതാണ്. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ അതിനകത്തൊരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വെളിച്ചവും കാണുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ മനുഷ്യ മനസാക്ഷി വളരെ കൃത്യമായും ഈ എന്താണ് പറയുക, ഇത് ഇരകൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. ആ ജനവികാരം ഈ ഓയൂർ സംഭവത്തിൽ വളരെ പ്രകടമായിട്ട് അത് ജനവികാരം പ്രതിഫലിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടുമുണ്ട് എന്നുള്ളതാണ് അതിൽ ആശാവഹമായ കാര്യം. നമ്മളെ സ്പർശിക്കുന്നു. പണ്ട് പലപ്പോഴും നമ്മുടെ സമീപത്തൊരു മനുഷ്യൻ വീണ് മരിച്ചാൽ പോലും അതൊരു പ്രശ്നം. പക്ഷെ ഇന്നിപ്പോൾ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ഇതിന് ഇരയാക്കപ്പെടുന്നവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രവണത ശക്തമായിട്ടുണ്ട് എന്നുള്ളതും അതിലാശ്വസിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യം പറയുമ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ വലിയ വിവാദങ്ങൾ മാത്രമല്ല, അതിൻ്റെ ആഴം എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായ കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ കരുവന്നൂരിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്ന തട്ടിപ്പിൻ്റെ പുതിയ ആഴങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ 2023 കണ്ടു. അതുപോലെ തിരുവനന്തപുരത്ത് കണ്ടല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. വയനാട്ടിൽ പുൽപ്പള്ളിയിൽ ഇതേപോലെ ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പെക്കുറിച്ച് വരുന്നു. അപ്പോൾ ഈ സഹകരണ മേഖലയിലെ ചില ബാങ്കുകളെക്കുറിച്ചെങ്കിലും ഈ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിൽ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വരുന്നു. അവിടെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ താല്പര്യത്തോടുകൂടി ആ കേസിൽ ഇടപെടുന്ന കാഴ്ച നമ്മൾ 2023 കണ്ടു. അപ്പോൾ ഇത് ഈ സഹകരണ മേഖലയെ തന്നെ നമ്മൾ ഈ പേര് പറയുന്ന 3-4 സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ 8-10 സ്ഥാപനങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും ഈ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഈ 3-4 പേരുകൾ വലിയ വാർത്തകളാവുകയും അതേക്കുറിച്ചുള്ള വലിയ അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്ത വർഷം കൂടിയാണ് 2023. ഇതിൽ കേരളത്തിലെ ഗ്രാമീണ സാധാരണ മനുഷ്യർക്ക് ഒരുപാട് ആശ്രയിക്കുകയും ആശ്വാസവുമാണ് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ. അതിന് മൊത്തത്തിലുള്ള വിശ്വാസ്യതയ്ക്ക് ക്ഷതം സംഭവിക്കാൻ ഇടയാക്കിയ തട്ടിപ്പുകളാണ് രാജീവ് നേരത്തെ പറഞ്ഞത്. അതിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, അവിടെ പണം നിക്ഷേപിച്ച, ഓർക്കുക, പലപ്പോഴും ഒരു NGO ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സാധാരണ ഒരു അധ്യാപകർ, ഇവരൊക്കെ പെൻഷൻ പറ്റുമ്പോൾ മറ്റ് നമ്മുടെ വലിയ ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകളെക്കാൾ ചെറിയ പലിശ കൂടുതൽ ഈ സഹകരണ ബാങ്കുകൾ നൽകാറുണ്ട്. അപ്പോൾ ഒന്നാമത് അവിടെ നാട്ടുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് അതിൻ്റെ ഭരണത്തിലിരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ സഹകാരികളായിട്ടുള്ള വലിയ സഹകാരികളെല്ലാം നാട്ടുകാരുടെ പ്രിയപ്പെട്ട ആളുകളുമായിരിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിശ്വാസ്യത, അങ്ങനെയാണ് ഈ ബാങ്കുകൾ വിശ്വാസ്യത കൈവരിച്ചത്. അപ്പോൾ ഇതിലാക്കി പണം കൊണ്ടിടും. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അതെടുക്കാൻ പറ്റില്ല എന്ന് വരുമ്പോൾ ഇതൊരു ബാങ്കിൽ സംഭവിച്ചാൽ അത്തരം ആളുകൾക്കുണ്ടാകുന്ന ഭീതി വളരെ വലുതാണ്. ആ ഭീതി സൃഷ്ടിക്കലാണ് വാസ്തവത്തിൽ ഇവർ കാണിച്ച ഏറ്റവും വലിയ ഈ തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയ ഫലം. കരുവന്നൂർ ബാങ്കിലൊക്കെ ഇതെങ്ങനെയാണ് സംഭവിക്കുക?
അപ്പോൾ ഇതിൽ രാഷ്ട്രീയ ഇതിലിപ്പോൾ പറഞ്ഞ കരുവന്നൂർ ബാങ്ക് സി പി എം ഭരിക്കുന്നതാണ്. നമുക്ക് മാത്രമല്ല, നമുക്കറിയാം സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നടത്തേണ്ടതാണെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാവുന്നതാണ്, ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രായോഗികമായിട്ട് അത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികളും. കരുവന്നൂർ ബാങ്ക് ആവട്ടെ സി പി എം ഭരിക്കുന്നതാണ്. കന്നഡ ബാങ്ക് CPI പ്രസിഡന്റുള്ളതാണ്. പുൽപ്പള്ളി ബാങ്ക് കോൺഗ്രസ് പ്രസിഡന്റുള്ളതാണ്. ഇതിനിടെ BJPയുടെ ചില തട്ടിപ്പുകളും വന്നിട്ടുണ്ട്. അതിനിടയിൽ വന്ന കണക്ക് ചില ന്യായങ്ങൾ വന്നത് 112 ബാങ്കുകളിൽ ചെറുതുമായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ LDFൻ്റെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ UDF ആണ്, അത് കഴിഞ്ഞാൽ BJP ആണ്. അത് പ്രൊപ്പോർഷനേറ്റ് ആണ്, ബാങ്കിലെ ഭരണസമിതിയുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ്. ഈ ആർഗ്യുമെന്റിൽ യാതൊരു കഴമ്പുമില്ല. കാരണം ഒരു ബാങ്കിലും സംഭവിക്കാൻ പാടില്ല ഇത്. എന്തുകൊണ്ട് കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം CPIM ചില സംഘടനാ നടപടികൾ എടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ സംഘടനാ നടപടികളല്ലല്ലോ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര വേഗത നടപടിയെടുക്കുന്നതിലുണ്ടായില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് ഉണ്ട്. ഞാനെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. പിന്നെ ED സ്വാഭാവികമായിട്ട് ഇത്ര സംഭവങ്ങളിൽ ED വരും. EDയുടെ അത്യുത്സാഹം കേരളത്തിലാവുമ്പോൾ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ അതിന് വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ട് ആ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് വിലപിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ഈ സഹകരണ മേഖലയ്ക്ക് നഷ്ടപ്പെട്ട അല്ല, മാത്രമല്ല ഇത് ഈ നമ്മൾ ഈ പറയുന്ന തട്ടിപ്പ് നടന്ന ബാങ്കുകളിൽ മാത്രമല്ല, ഈ തട്ടിപ്പ് നിരവധി സഹകരണ സംഘങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ഇതിനകം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് എൻ്റെ നാട്ടിലറിയാവുന്ന നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ പോലും ഉണ്ട് ഇക്കാര്യത്തിൽ. എനിക്ക് നേരിട്ടറിയാവുന്ന നിരവധി ബാങ്കുകൾ ആളുകൾ പെട്ടെന്ന് നിക്ഷേപം പിൻവലിക്കാൻ ശ്രമിക്കുന്നു. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശിഷ്ടകാലത്തെ ജീവിതത്തിനായി കരുതി വെച്ച തുക പോയിപ്പോകുമോ എന്നുള്ള പേടിയിൽ ജനങ്ങൾ ഈ പരിഭ്രാന്തില്ല. പക്ഷേ ഇതിലൂടെ നമ്മുടെ സഹകരണ മേഖല തളരുകയാണെങ്കിൽ അത് നമ്മുടെ പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിലെ ജനജീവിതത്തെ വല്ലാണ്ട് ദുഷ്കരമാക്കും എന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട. അപ്പം ഈ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട കാര്യം ആ വിശ്വാസ്യതയെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ചില നടപടിക്രമങ്ങൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെ അതിന് വേഗത തീരെയില്ല. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ തന്നെ നമുക്കറിയാം, അവിടെ പോയി പല ആവശ്യങ്ങൾക്കായിട്ട് ചെന്നിട്ട് പണം കിട്ടാതെ തിരിച്ചു പോരേണ്ടി വന്ന നിരവധി ആളുകളുണ്ട്. നിക്ഷേപകരുടെ പണം ഇതുവരെ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെ വളരെ ഗൗരവത്തിൽ അത് LDF മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ സഹകരണ മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അവരുടെ പ്രതിനിധികൾ ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന് ഉറപ്പുവരുത്തണമെന്നുള്ള പാഠമാണ് ഈ 2023 ഈ ബാങ്ക് തട്ടിപ്പുകളുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സഹകരണ മേഖലയിലെ കാര്യം പറയുമ്പോൾ തോമസേട്ടാ, ഈ കേന്ദ്രത്തിലൊരു സഹകരണ വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് അതിന് കീഴിൽ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെ സഹകരണ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് ഈ പറയുന്ന തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് എന്നുള്ളതും. അതും ഈ വർഷം തന്നെയാണ് നടന്നത്. 2023 തന്നെയാണ് നടന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് സഹകരണ ബാങ്കുകൾ കേന്ദ്ര ലിസ്റ്റിലേക്ക് പെടുത്താനുള്ള നിയമവും നിർമ്മിച്ചു കഴിഞ്ഞു. അതെ. അപ്പോൾ സഹകരണ മേഖല കടന്നാക്രമിക്കാനും അതിലൊരു സംഘി സാന്നിധ്യം ഉണ്ടാക്കുവാനുമുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. മറ്റൊന്ന്, നമ്മളുടെ കേരളത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച 2 സംഭവങ്ങൾ കേരളത്തിലുണ്ടായത്. ഒന്ന്, എലത്തൂരിൽ ട്രെയിനിലുണ്ടായ തീവെപ്പാണ്. ഏപ്രിൽ മാസത്തിലായിരുന്നു അത്. 2021 ഏപ്രിൽ 2-നാണ് എലത്തൂരിൽ ട്രെയിനിലൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരാൾ അതിക്രമിച്ച് കിടക്കുകയും പെട്രോൾ ഒഴിച്ച് ആളുകളുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയും ഒക്കെ ചെയ്തത്. അത് കണ്ടുനിന്ന് ഭയന്നിട്ട് 2 പേർ പുറത്തേക്ക് ചാടുകയും അവർ മരിക്കുകയും ചെയ്തു. അതോടൊപ്പം ഒക്ടോബർ 9-ന് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ യോഗത്തിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായി. 9 പേരാണ് ചികിത്സയിലിരുന്ന, കുറച്ച് ആളുകൾ പിന്നീടാണ് മരിച്ചത്. 9 പേരാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ഈ 2 സംഭവങ്ങളും കേരളത്തെ ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു. അത് പല നിലയ്ക്ക് ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു. ഒന്ന്, ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ആരിൽ ചുമത്തും, അല്ലെങ്കിൽ ആരിലാണ് വന്ന് വീഴുക എന്നുള്ള ആശങ്ക ഒരു ഭാഗത്ത് സൃഷ്ടിക്കപ്പെട്ടു. അത് കളമശ്ശേരി സ്ഫോടനത്തിൻ്റെ കാര്യത്തിൽ അത് വലിയ തോതിലുണ്ടായി. അതിനെ
ഗസയുടെ മേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണവുമായി ബന്ധിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെ പല നിലയ്ക്ക് കേരളത്തെ ഞെട്ടിച്ച 2 ആക്രമണങ്ങൾ, അതോടൊപ്പം കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയെ കൂടി ബാധിച്ച 2 സംഭവങ്ങളായിരുന്നു ഇവ രണ്ടും. തോമസ് ചേട്ടൻ എങ്ങനെയാണ് തോന്നുന്നത്? ഈ കളമശ്ശേരി സ്ഫോടനമൊക്കെ ശരിക്കും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അതിൽ പ്രതിയായി പിടിക്കപ്പെട്ട ആൾ പറയുന്ന ന്യായങ്ങൾ മാത്രമാണ് അതിന് പിന്നിലുള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പക്ഷേ അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത് പുറത്തു വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അത് വളരെ ആസൂത്രിത ഒരു വ്യക്തിയുടെ മനസ്സിൽ തലച്ചോറിൽ വിരിഞ്ഞ് അയാൾ തന്നെ നടത്തിയ പ്രക്രിയയാണോ എന്നുള്ളത് അത് 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 എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, ആ സംഭവം ഉണ്ടായപ്പോൾ അത് ചില സമുദായങ്ങൾക്ക് എതിരെ തിരിച്ചുവിടാൻ BJPയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ BJPയുടെ ചെറിയ നേതാക്കന്മാരല്ല, കേന്ദ്ര മന്ത്രിസ്ഥാനം വഹിക്കുന്ന ആളുകളിൽ നിന്ന് വരെ ശ്രമമുണ്ടായി. അപ്പോൾ അത് അങ്ങനെ അല്ലാതെ കലാശിച്ചു എന്നുള്ളത് ഒരു ആശ്വാസമായി തോന്നാം. പക്ഷെ അത് അങ്ങനെ അല്ലാതെ കലാശിച്ചു എന്നുള്ളത് ആശ്വാസമായി തോന്നേണ്ട അവസ്ഥയിലാണ് നമ്മുടെ നാട് എന്ന് വരുന്നത് തീർത്തും ഒട്ടും ശുഭകരമായ കാര്യവുമല്ല. അപ്പോൾ പിന്നെ മാത്രവുമല്ല, കേരളത്തിലെ അത്യപൂർവമായൊരു സംഭവം, ഇത്രയും ആളുകൾ 9 പേര് മരിച്ച ഒരു സ്ഫോടനം ഒരാൾ നടത്തി എന്നുള്ളത് നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ മറ്റേ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ കൂടുതൽ ജാഗ്രത പുലർത്തുകയും പണ്ടൊക്കെ നമ്മൾ കരുതിയിരുന്ന പോലെ, ഇപ്പോഴും കരുതുന്ന പോലെ അത്രയ്ക്കൊന്നും സുരക്ഷിതമല്ല കേരളം എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ പെരുമാറുകയും ചെയ്യണം എന്നുള്ളതിൻ്റെ തെളിവാണ്. അതേപോലെ തന്നെ നമ്മൾ കളമശ്ശേരിയിൽ സംഭവിക്കാതെ ഇരുന്ന കാര്യം, അതായത് ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന് നേരെ തിരിച്ചു വെക്കാൻ നടത്തിയ ശ്രമം ഫലപ്രദമാവാതെ പോയത് നമ്മുടെ ഒരു ഭാഗ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം ഈ പറഞ്ഞ എലത്തൂർ സംഭവത്തിൽ അത് നടക്കുകയും ചെയ്തു ഉടൻ തന്നെ, അങ്ങനെ തന്നെ ചില വ്യാഖ്യാനങ്ങൾ. അപ്പോൾ എല്ലാ സംഭവങ്ങളെയും, ഇത് നമ്മൾ നേരത്തെ ബാങ്കിൻ്റെ സംഭവം പറഞ്ഞു, നമ്മൾ നിരവധി സംഭവങ്ങൾ പറഞ്ഞു. ഇതിലൊക്കെ ഏത് സംഭവമായാലും ഇവിടെ ഇപ്പോൾ കാര്യമായ സ്പേസ് രാഷ്ട്രീയത്തിൽ കിട്ടാത്ത ആളുകൾ അതിനെയെല്ലാം തീർത്തും മനുഷ്യവിരുദ്ധമായ തരത്തിൽ വളച്ചൊടിച്ച് സ്പേസ് ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമമാണ് നമ്മൾ ഈ സംസ്ഥാനത്ത് കാണുന്നതെന്നുള്ള വസ്തുത നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ മുന്നണികൾ എത്രത്തോളം ഗൗരവമായി കണക്കാക്കുന്നു, അതല്ലെങ്കിൽ അവരെത്രത്തോളം കണക്കിലെടുക്കുന്നു എന്നുള്ള ആശങ്കയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു 9 പേര് കൊല്ലപ്പെട്ട സ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭീകരാക്രമണം എന്ന് മാത്രമേ വിശേഷിപ്പിക്കപ്പെടുകയുള്ളൂ. പക്ഷേ കളമശ്ശേരി സ്ഫോടനം മാത്രമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വിചിത്രമായ ഒരു വസ്തുതയായിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോയാൽ, തോമസ്, കഴിഞ്ഞ വർഷം നമ്മളുടെ കൂടെ നിന്ന് വിട്ടുപോയ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ നമ്മൾ പരാമർശിക്കപ്പെടേണ്ട ഒരാളാണ് ഒരുപക്ഷെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ. ഒപ്പം സിനിമാ സംവിധായകൻ, സർഗധനനായ സിനിമാ സംവിധായകൻ, കേരളത്തിൻ്റെ ചലച്ചിത്ര ലോകത്തെ വഴിതിരിച്ചുവിട്ട സംവിധായകരിൽ ഒരാളായ KG ജോർജ് കഴിഞ്ഞ വർഷം നമ്മെ വിട്ടുപോയി. ഒപ്പം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മനസ്സിനോട് കലഹിച്ചുകൊണ്ടിരുന്ന M കുഞ്ഞാമൻ എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം നമ്മെ വിട്ടുപോയി. 3 മരണങ്ങളും നമ്മൾ പറഞ്ഞു പോകേണ്ടതാണ്. പ്രത്യേകിച്ച് ഡോക്ടർ M കുഞ്ഞാമനെ നമ്മൾ അനുസ്മരിക്കാതെ പോകുന്നത് വലിയ അനീതിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല, സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളിൽ അത് നാളിതുവരെ പൊയ്ക്കൊണ്ടിരുന്ന ധാരയിൽ നിന്ന് അതിനെ കൃത്യമായി വഴിതിരിച്ചു വിട്ട, ഒരുപക്ഷെ ഞാൻ പറയും കേരളം കണ്ട ഏറ്റവും ഭാവന സമ്പന്നനായ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു കുഞ്ഞാൻ. വലിയ നഷ്ടമാണ്. അദ്ദേഹം പഠിച്ച കാലം മുതൽ തന്നെ ആ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്.
അദ്ദേഹം അധ്യാപന മേഖലയിൽ അദ്ദേഹം ആ, വളരെ കരുത്തുറ്റ സംഭാവനകൾ, വളരെ ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ, സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ അദ്ദേഹം ഒരു പ്രത്യേക കൈവഴി വെട്ടാനും സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ സാമ്പത്തിക മേഖലയിൽ സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ ഈ എല്ലാ പരിഷ്കാരങ്ങൾക്കും, അതായത് നമ്മൾ കേരള മോഡൽ എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും എങ്ങനെ അവഗണിക്കപ്പെടുന്നു എന്ന് തൻ്റെ ദിഷണ കൊണ്ട് കണ്ടെത്തി, ഞാൻ പറഞ്ഞത് ഒരു പുതിയ മുഖം, പുതിയ പാത തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വെട്ടിത്തെളിച്ച ആളാണ് ഡോക്ടർ കുഞ്ഞാമൻ. ഇപ്പം നമുക്ക് അതേപോലെ തന്നെയാണ് മറ്റേ കെ ജി ജോർജ് നമ്മുടെ ചലച്ചിത്ര കലയ്ക്ക് ഇതേപോലെ തന്നെയുള്ള സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ്. കാനൻ രാജേന്ദ്രൻ സൗമ്യനായ നേതാവ്, CPIയുടെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം വളരെ രാഷ്ട്രീയ പക്വതയും പ്രാഗൽഭ്യവും തെളിയിച്ചിട്ടുള്ള ആളാണ്. ഈ അവരുടെ മൂന്ന് പേരുടെയും നഷ്ടം കേരളത്തിലുണ്ടായ വലിയ നഷ്ടങ്ങളാണ് കഴിഞ്ഞ വർഷം. ഒരു കാര്യം കൂടി തോമസേട്ടെ, കുഞ്ഞാമൻ സാറിൻ്റെ വിയോഗം ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ചില തിരിച്ചറിവുകൾ ഒന്നുകൂടെ മലയാളിക്ക് കൊടുക്കുന്നുമുണ്ട്. കേരളത്തിൽ ജാതി വ്യവസ്ഥ ഏത് വിധത്തിലാണ് മനുഷ്യരെ ഇല്ലാതാക്കിയത് എന്നുകൂടെ കുഞ്ഞാമൻ സാറിൻ്റെ വിയോഗവേളയിൽ നമ്മൾ ഒരിക്കൽ കൂടെ ഓർത്തിട്ടുണ്ട്. ഈ ജാതി വ്യവസ്ഥ ഏത് വിധത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിയോഗം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. നമ്മളിനി അടുത്ത ഒരു വിഷയത്തേക്ക് വന്നു കഴിഞ്ഞാൽ, തോമസേട്ടൻ കോഴിക്കോടുള്ള കാലത്താണ് കോഴിക്കോട് ആദ്യമായിട്ട് നിപ്പ ഉണ്ടാകുന്നത്. അന്ന് വലിയ മുൻകരുതലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ കൂടെ 3-ാം തവണ കോഴിക്കോട് നിപ്പ വന്ന വർഷമായിരുന്നു 2023. അതിൽ സെപ്റ്റംബറിലാണ് നിപ്പ ബാധ സ്ഥിരീകരിച്ചത്. 2 മരണമുണ്ടായി, മറ്റ് 4 പേർക്ക് നിപ്പ ബാധിച്ചിട്ടുണ്ട്, വൈറസ് ബാധയുണ്ട് എന്ന് കണ്ടെത്തി. പക്ഷേ ആ 4 പേരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ഇതുപോലൊരു പകർച്ചവ്യാധിയുടെ തുടരാഘാതങ്ങൾ കോഴിക്കോട് ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് 1-ാം നിപ്പ കോഴിക്കോട് ഉണ്ടാക്കിയ അന്ന് നമ്മുടെ കോവിഡ് വരുന്നതിന് മുമ്പാണല്ലോ നിപ്പ. ഒരു പകർച്ചവ്യാധി എങ്ങനെയാണ് ഒരു സമൂഹത്തെ നിശ്ചലമാക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റിയ ഒരു കാലമായിരുന്നു അത്. പക്ഷെ സമർത്ഥമായിട്ട് അതിനെ നമുക്ക് നേരിടാൻ പറ്റും. പക്ഷെ നമുക്ക് ആൾനഷ്ടം വളരെ ഉണ്ടായി. ഈ 3-ാം നിപ്പയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത രാജീവ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. 4 ആളുകൾ ഈ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായി. 1-ാം നിപ്പയിൽ അങ്ങനെ ഗുരുതരാവസ്ഥയിലായ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരാളോ മറ്റും രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കി രോഗബാധിതരായവർ മുഴുവൻ പേരും മരിച്ചുപോയി. ഇത് 4 ആളെ ഇത്രയും ഗുരുതരമായ അവസ്ഥയിലെത്തിയിട്ടും നമുക്ക് തിരികെ പിടിക്കാൻ കഴിഞ്ഞു, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ, ആരോഗ്യ പ്രവർത്തകരുടെ, ഏറ്റവും ഡോക്ടർമാരുടെയും അതുപോലുള്ള ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. 2023 സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മാധ്യമങ്ങൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായ വർഷം കൂടിയാണ് 2023. മാധ്യമങ്ങൾ പക്ഷപാതിത്വം കാണിക്കുന്നു എന്നുള്ള വിമർശനം വരുന്നു, ചില കാര്യങ്ങളിൽ മുൻവിധിയോടുകൂടെ പെരുമാറുന്നു എന്നുള്ള വിമർശനങ്ങൾ വരുന്നു. മാധ്യമപ്രവർത്തകർ നയിക്കുന്ന സംവാദവേദികൾ വിചാരണാ സദസ്സുകളായി മാറുന്നു എന്നുള്ള വിമർശനം വരുന്നു, അവിടെ ആളുകൾ പരിഹസിക്കപ്പെടുന്നു എന്നുള്ള വിമർശനം. അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായ വർഷം കൂടിയാണ്. ചില മാധ്യമങ്ങൾ അവരുടെ വാർത്തകളുടെ പേരിൽ ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെടും, മാധ്യമപ്രവർത്തകർ ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന കാഴ്ചയും നമ്മൾ ഈ 2023 കണ്ടു. അതിനോടൊപ്പം സവിശേഷമായി സംഭവിച്ച മറ്റു 2 കാര്യങ്ങൾ, മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ 2 വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ സംസാരിച്ച PM ആർഷോ എഴുതാത്ത പരീക്ഷ ജയിച്ചു എന്ന് പറയുന്നുള്ള വാർത്ത പുറത്തു വന്നതിൻ്റെ തൊട്ട് പുറകെയാണ് ഏഷ്യാനെറ്റിലെ അഖില നന്ദകുമാറിനെതിരെ പോലീസ് കേസെടുക്കുന്ന രീതി ഉണ്ടായത്. അതിനുശേഷം ഏറ്റവും അവസാനം നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിൻ്റെ പേരിൽ 24 ന്യൂസിലെ വിനീതയ്ക്കെതിരെ കേസെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തോമസേട്ടൻ എങ്ങനെയാണ് കാണുന്നത് ഈ കേസുകളൊക്കെ? അതിൽ ഒരു കേസ് എന്തായാലും അവസാനിപ്പിച്ചു കഴിഞ്ഞു, 2ാമത്തെ കേസ് എങ്ങനെയാവും എന്ന് നമുക്കറിയില്ല.
രണ്ടാമത്തെ കേസ് എങ്ങനെയാവും എന്നുള്ളതിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. അത് കോടതിയിൽ എത്തിയാൽ അവിടെ തീരാവുന്ന കാര്യമുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിനകത്തൊരു ഇത് ഇത് രണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ സംഭവങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. രാജീവ് ആദ്യം സൂചിപ്പിച്ച മാധ്യമങ്ങൾ വിമർശന വിധേയമാവുന്നു. തീർച്ചയായിട്ടും വിമർശന വിധേയമാവേണ്ടത് തന്നെയാണ്. നമ്മുടെ മാധ്യമ പ്രവർത്തനം നമുക്കറിയാം, കാലം ചെല്ലുന്തോറും മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധമായി ചരിത്രത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ട്, ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾക്കൊന്നും ഒപ്പം നിൽക്കുന്നതല്ല, ആ മൂല്യങ്ങളുടെ നിരന്തരമായ ലംഘനമാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അത് എനിക്ക് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല, സംശയവുമില്ല. പക്ഷേ ഈ രണ്ട് കേസുകൾ അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി ജോലി ചെയ്തതിന് കേസെടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇത് 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 വേറൊരു ഒരു 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 കോണ്ടെക്സ്റ്റിൽ വേണം നമ്മളിതിനെ പരിശോധിക്കാൻ. നമുക്കറിയാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തോട്, അതായത് സത്യസന്ധമായി ഗവൺമെൻറ് പക്ഷത്ത് നിൽക്കാത്ത മാധ്യമങ്ങളോട് പുലർത്തുന്ന നടപടികളും വളരെ പ്രധാനപ്പെട്ട ജനങ്ങളറിയേണ്ട വിഷയങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ എത്ര പേര് ജയിലിൽ കിടക്കുന്നു എന്നും നമുക്കറിയാം. പിന്നെ മാത്രവുമല്ല, ഈ റിപ്പോർട്ടിങ്ങിൻ്റെ പേരിൽ, ജോലി ചെയ്തതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസുണ്ടാവുക എന്നുള്ള ഒരു സാധാരണ സംഭവമായിട്ട് നരേന്ദ്രമോദി സർക്കാർ മാറ്റിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു രാഷ്ട്രീയ ആശയത്തെ പ്രതികരിക്കുന്നവർ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കേസെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ജനാധിപത്യ വാർത്താ പ്രവർത്തന പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല. നമ്മളിന്നിപ്പോൾ നമുക്കറിയാലോ, വക്കം അബ്ദുൽ ഖാദറിൻ്റെ ജന്മദിനമാണെന്ന്. അതേപോലെയുള്ള നമ്മൾ സ്വദേശാഭിമാനിയുടെയൊക്കെ ഒരുപാട് ചരിത്രം നമ്മൾ പറയുന്ന ഒരു നാട്. ആ നാട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമാണ്. അത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചൊന്നും അനുവദിച്ചു കൊടുത്തിട്ടില്ല, പ്രത്യേക പരിരക്ഷയൊന്നും നൽകുന്നുമില്ല, ഇത് സത്യമാണ്. പക്ഷേ ഭരണഘടനയിൽ മറ്റൊരു കാര്യം ഉറപ്പു തരുന്നുണ്ട്, നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. അതിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കോടതികൾ അതിനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ ആ തരത്തിലുള്ള മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ട് ആണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. ഇത് കേരളത്തിലെ ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യാവുന്ന കാര്യമല്ല. മാത്രവുമല്ല, ഇപ്പോൾ ഈ വിനീതയ്ക്കെതിരെ കേസെടുത്തതിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആ വിഷയത്തെ സമീപിച്ച രീതിയും ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതാണെന്ന് ഞാൻ കരുതുന്നുമില്ല. 2023 ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞാലൊന്നുകൂടെ കൂടി പറയുന്നു. ഇത് പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന മാധ്യമ പീഡനം അതേ അളവിൽ കേരള സർക്കാർ ചെയ്യുന്നു എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒന്നിട്ടോ കേരളത്തിൽ നടക്കുന്നുമില്ല. പക്ഷേ രണ്ടെങ്കിൽ രണ്ട് സംഭവങ്ങൾ അത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. അതിനെ ഗൗരവത്തിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ അതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ വിമർശിക്കുന്നത് നിർത്തേണ്ട കാര്യവുമില്ല. അത് ജനാധിപത്യപരമായി നടക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർ വിമർശിക്കട്ടെ. ആ വിമർശനത്തിൻ്റെ രീതികളും അതിലെ കുറവുകളും അതിലെ ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് അത് വേറെ വിഷയമാണ്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ. വിമർശിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് കേരളം നാളിതുവരെ പുലർത്തിപ്പോന്ന ഒരു 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 മാധ്യമ സ്വാതന്ത്ര്യ സംസ്കാരത്തിന് എതിരായിട്ടുള്ള രണ്ട് സംഭവങ്ങളായിട്ടാണ് കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. 2003 അത് വളരെ പ്രധാനപ്പെട്ട സംഗതികൾ തന്നെയാണ്. പ്രത്യേകിച്ച് തോമസ് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ന്യൂസ് ക്ലിക്കിലൊക്കെ എങ്ങനെയാണ് പരിശോധനകൾ നടക്കുന്നത്, എങ്ങനെയാണ് ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിനോട്
അതിനോട് താരതമ്യമില്ലെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ദൗർഭാഗ്യകരം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. നമ്മൾ അതിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് വന്നപ്പോൾ വിഴിഞ്ഞം, നമ്മൾ ഈ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായൊരു ഏരിയ എന്ന് പറയുന്നത് 2021 വിഴിഞ്ഞമായിരിക്കും. കാരണം വിഴിഞ്ഞത്ത് ആദ്യമായിട്ട് കപ്പലെടുത്തു കഴിഞ്ഞ ഒക്ടോബർ 15-ന്. കപ്പലെടുത്തത് ക്രെയിൻ ഇറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവിടേക്കൊരു കപ്പലെടുത്തു എന്നുള്ളത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണാം. കാരണം കുറേ കാലമായിട്ട് കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്, വലിയ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ച് നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അവിടെ ആദ്യമായിട്ടൊരു കപ്പലെടുക്കുന്നു എന്നുള്ളത് വലിയ സംഭവമായിട്ട് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അവിടുത്തെ തീരവാസികളുടെ പ്രയാസങ്ങളും സമാനമായ രീതിയിൽ തുടരുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. ചിലയിടത്ത് കടൽ കൂടുതൽ കയറുന്നു, ചിലയിടത്ത് കര കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വള്ളം ഇറക്കാൻ കഴിയുന്നില്ല, അവിടുന്ന് കുടിയൊഴിക്കപ്പെട്ട ആളുകൾക്ക് പകരം സ്ഥലം ഇതേവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ആ പ്രദേശത്ത് വാസികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെ ചൊല്ലിയുണ്ടായൊരു പ്രതിഷേധം അതിരുവിട്ട് പോവുകയും അത് പോലീസ് സ്റ്റേഷൻ ആക്രമണമായിട്ട് മാറുകയും 29 പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. 1000 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അതുണ്ടായത് നവംബറിലാണ്. അതായത് ഒക്ടോബർ 15-ന് ഈ വിഴിഞ്ഞത്തെ ആദ്യത്തെ കപ്പലെടുക്കുന്നു. തൊട്ട് അടുത്ത മാസം നവംബർ 27-ന് ഈ പോലീസ് സ്റ്റേഷനിൽ അക്രമം നടക്കുന്നൊരു സ്ഥിതി. അതായത് അത്രയും പ്രയാസം അവിടുത്തെ മനുഷ്യർ അനുഭവിക്കുന്നു എന്നുള്ളൊരു പ്രശ്നവും കൂടിയുണ്ട്. ഈ രണ്ട് സംഭവങ്ങളെയും നമ്മൾ ഈ വർഷം മാർക്ക് ചെയ്യേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് കപ്പലെടുത്തു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അതിലെ ആ മേഖലയിലെ വിദഗ്ധർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അത് വലിയ സാധ്യതകൾ കേരളത്തിൻ്റെ വികസന പാതയിൽ തുറന്നിടും കണക്ക് കൂട്ടുന്നത്. അപ്പോൾ വല്ലാർപാടത്ത് എന്തായി എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ വല്ലാർപാടമല്ല വിഴിഞ്ഞം. കാരണം പ്രകൃതിദത്തമായി തന്നെ വലിയ കപ്പലുകൾക്ക് വന്നെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിലുള്ളതൊരു പ്രശ്നം, ഈ വികസനം എവിടെ വന്നാലും അത് നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വികസനം ഇല്ലാതെ പറ്റില്ല, സത്യമാണ്. പക്ഷേ അതിലൂടെ പുറത്താക്കപ്പെടുന്ന കുറേ മനുഷ്യരുണ്ടാവും എപ്പോഴും. ഒരു ഉത്തരവാദിത്വമുള്ള സർക്കാർ ചെയ്യേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ സമരത്തിന് ശേഷം ഈ പറഞ്ഞ തരത്തിൽ അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൻ്റെ ചില വഴികൾ സർക്കാർ നേടുന്നുണ്ട്. അത് കാണാതെയല്ല ഞാനിത് പറയുന്നത്. പക്ഷേ എപ്പോഴും വികസനത്തിൻ്റെ ഇരകളെ തെരുവിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാവാതെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതാണൊരു ജനാധിപത്യ സമൂഹത്തിൽ സർക്കാരുകളുടെ ഉത്തരവാദിത്വം. ഇവിടെയും വിഴിഞ്ഞത്തും അത്തരം ചില ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗം പിന്നെ ആ സമരം, ഇത്തരം ജനങ്ങൾ സമരം ചെയ്യും. അതിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ പല താല്പര്യങ്ങളുള്ള ആളുകളും ഉണ്ടാവും. അതൊന്നും ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആത്യന്തികമായി അതിനകത്ത് ഒറ്റ താല്പര്യമുള്ളൂ, ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ടാവണം. മാത്രമല്ല ജീവസന്ധാരണത്തിനുള്ള വഴികളും അവർക്കുണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി ജനങ്ങളുടെ സമരത്തിലേക്ക് വരുമ്പോൾ അതിനകത്തുണ്ടാവും. പക്ഷേ ആ പോലീസ് സ്റ്റേഷൻ വളഞ്ഞതും അവിടെ നടന്ന അക്രമവും ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങളിൽ കേരളത്തിലെ ഉണ്ടായ സംഭവങ്ങൾ ഒരു കറുത്ത പൊട്ടായിട്ട് തന്നെ അത് സൂക്ഷിക്കുക. അതിനകത്ത് നടന്ന ഇടപെടലുകൾ അതിനെക്കുറിച്ച് നമ്മളിനി ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ലാന്ന് തോന്നുന്നുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകണ്ട. പക്ഷേ അത്തരം സംഭവങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതുമായിരുന്നു. അത് ഒരു കേരളത്തിലെ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു മോശപ്പെട്ട സംഭവമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. തോമസ്, നമുക്കിതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് അടുത്ത വർഷത്തേക്ക് അത് സ്പിൽ ഓവർ ചെയ്യാനുള്ളൊരു സാധ്യതയെക്കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. കേരളത്തിൻ്റെ മൊത്തം അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചെറുതല്ലാത്ത ചില നേട്ടങ്ങൾ ഈ വർഷവും കേരളം കേന്ദ്ര സർക്കാരിൻ്റെ കണക്കിലെങ്കിലും കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ചില ഇൻഡീസസുകളിലൊക്കെ ഈ വർഷവും കേരളം 1-ാം സ്ഥാനത്തുണ്ട്. ഇപ്പോൾ സൗജന്യമായി വൈദ്യസഹായം നൽകുന്ന സംസ്ഥാനങ്ങൾ, സൗജന്യമായി വൈദ്യസഹായം നൽകുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ
രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നാം സ്ഥാനത്ത് കേരളം തുടരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും കേരളം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു. തുടർച്ചയായ വർഷങ്ങളിൽ കേരളം ഒന്നാം സ്ഥാനത്തുണ്ട്. അത് ഈ വർഷവും 2023 കേരളം നിലനിർത്തിയിട്ടുണ്ട്. അതായത് സൗജന്യ വൈദ്യസഹായം നൽകുന്നതിൽ കേരളം എപ്പോഴും മുന്നിൽ തന്നെയാണ്. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നല്ല നടപടികൾ എടുത്തു കഴിഞ്ഞാൽ ആ നടപടികൾ എടുക്കുന്നതിലും കേരളം ഇപ്പോഴും ഒന്നാം സ്ഥാനത്തുണ്ട്. അതുപോലെ ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മുന്നിൽ നിൽക്കുന്നുണ്ട് കേരളം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിതി ആയോഗ് നടത്തിയ പഠനത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ ഈ സേവനങ്ങൾ ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ, വിവരസാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന കാര്യത്തിലും കേരളം ഒന്നാമതുണ്ട്. കഴിഞ്ഞ മെയ്യിലാണ് കേരളം സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അത് പൂർണ്ണമായും പ്രാബല്യത്തിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്, പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഈ സേവനങ്ങൾ നൽകുന്ന കാര്യത്തിൽ കേരളം ഒന്നാമതായിട്ടുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ ഈ അതിഥി തൊഴിലാളികളുടെ കാര്യം സംസാരിച്ചിരുന്നു. അവരെന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം അതിന് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു. കേരളത്തിലെ കൂലി കൂടുതൽ അവരെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് എന്ന് പറഞ്ഞു. അവർ മാത്രമല്ല, ഇപ്പോൾ കൂടുതൽ IT അല്ലെങ്കിൽ മറ്റ് വ്യവസായ തൊഴിലുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ പേർ തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിലും കേരളം ഒന്നാം സ്ഥാനത്തുണ്ട്. നമ്മൾ പൊതുവിൽ പറയുന്ന പോലെ എന്താ പറയുക, വികസന വിരുദ്ധത അല്ലെങ്കിൽ തൊഴിലാളി പ്രശ്നങ്ങൾ ഇതൊക്കെ ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ പേർ തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ അത് ഒന്നാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നുണ്ട്. അങ്ങനെ പല നിലയ്ക്ക് പല ഒന്നാം സ്ഥാനങ്ങൾ കേരളം ഈ വർഷവും 2023 പങ്കുവയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ കൈവരിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ന്യൂയോർക്ക് ടൈംസ് ഈ 2023 ഈ ലോകത്ത് സന്ദർശിക്കേണ്ട 52 ഇടങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ 13ാം സ്ഥാനത്ത് കേരളം ഉണ്ടായിരുന്നു. ഇങ്ങനെ പല നിലയ്ക്കുള്ള ഒന്നാം സ്ഥാനങ്ങളും നേട്ടങ്ങളും കേരളം 2023 കൈവരിച്ചിട്ടുണ്ട്. ആകെയുള്ളൊരു പ്രശ്നം ഈ നേട്ടങ്ങളൊക്കെ അടുത്ത സാമ്പത്തിക വർഷത്തെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗ്രാൻറ്റിനെയോ ഒക്കെ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രം ഉപയോഗിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അല്ല, അത് ന്യായമായ സംശയമാണ്. അത് നമ്മളൊരു കാര്യം സംഭവങ്ങൾ ഓരോരോ സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് പരിശോധിച്ചത്. ഇതിൽ കേരള സർക്കാർ ഇതിൽ പ്രവർത്തിക്കുന്ന സർക്കാർ തന്നെ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. രാജീവ് പറയാതെ പോയൊരു കാര്യം, നമ്മുടെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ പട്ടിക ഒരുപാട് ഉയർന്നും വന്നിട്ടുണ്ട്. ആ മേഖലയിൽ നിരവധിയായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളതാണ്. ഇത്തരം നേട്ടങ്ങളുടെ പട്ടികകൾ ഉണ്ടാക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹവുമാണ്, അഭിനന്ദിക്കേണ്ടതുമാണ്. അങ്ങനെ സർക്കാരിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ ഈ നവകേരള യാത്രകളുടെ പ്രശ്നങ്ങൾ, അനാവശ്യമായ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഈ സർക്കാർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് പറയേണ്ട ഒരു വർഷം കൂടിയാണ് 2003 എന്നാണ്. 2003 എന്നാണ് നമുക്ക് നമ്മുടെ ഡേറ്റ, നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റൈറ്റ്. അതാണ് 2023 കേരളത്തെ നമ്മൾ പൊതുവായി പരിഗണിക്കുമ്പോൾ ഇത് കേരളത്തിൻ്റെ മൊത്തം ചിത്രമല്ല. നമ്മൾ കേരളത്തിൽ പരാമർശിച്ചു പോകേണ്ട 10-12 സംഭവങ്ങളും വിഷയങ്ങളും എടുത്തുകൊണ്ട് സംസാരിച്ചത് മാത്രമാണ്. അതങ്ങനെ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഈ സ്പെഷ്യൽ ഷോയിൽ രാജ്യം എങ്ങനെയാണ് ഒരു വർഷം കടന്നുപോയത് എന്നുള്ളത് പിന്നീട് പരിശോധിക്കാം. പ്രേക്ഷകർക്ക് നന്ദി.